ആവേശം വോട്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ കൊട്ടിക്കലാശത്തിൽ കണ്ട DJ ആവേശമല്ല. അല്ലാതെ ആ മണ്ഡലത്തിൽ ഒരു ആവേശമുണ്ടാക്കാൻ ഈ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതിന് ശേഷം അൻവറിന്റെ രംഗപ്രവേശം അവിടെ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിയതിന് ശേഷം കണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ, 2021 ശേഷം കണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ, രണ്ടിന്റെയും സ്വഭാവം വ്യത്യസ്തമാണ്. സിറ്റിംഗ് സീറ്റുകൾ മറിഞ്ഞതും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയതും ചേലക്കരയിൽ ഭൂരിപക്ഷം കുറച്ചതുമടക്കം അങ്ങനെയുള്ള ഒരു പ്രത്യേക പാറ്റേൺ ആണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നമ്മൾ കാണുന്നത്. 2019 ശേഷമുള്ള വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ LDF-ന് പിടിച്ചെടുക്കാൻ സാധിച്ചത് ആകെ ഒരു ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിൽ മാത്രമാണ്, അല്ലാതെ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു ചരിത്രം നിൽക്കുന്നുണ്ട് 2019 ടു 2021. 2021 ശേഷം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നു, അതിൽ ഭൂരിപക്ഷം കൂട്ടുന്നു. അതാണ് ഒരു പാറ്റേൺ. അപ്പോൾ ഇതിൽ ഏത് പാറ്റേൺ ആണ് നിലമ്പൂരിൽ വരിക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. പാലക്കാട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കേസായിട്ട് തന്നെ എടുക്കണം. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതിന്റെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ഇവിടെ നിലമ്പൂരിൽ PV എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്.